പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേരെ കാണിക്കുന്നു. അവര് കഷ്ടപ്പെട്ട് ആ ഒരു സീലിംഗ് ജിപ്സോ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു സാധനം അങ്ങോട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിയാ സാക്ഷാൽ ഹൊക്കാഗയുടെ ആ ഒരു ഒച്ച്. അത് കണ്ട് അസിസ്റ്റന്റ് ചേച്ചി പറയും, ഈ ഒരു ഒച്ച് അത് ഹൊക്കാഗയുടേതാണ്. ഇതിന് ഒരുപാട് ചക്ര പവർ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാൻ ഹൊക്കാഗ പറഞ്ഞയച്ചതായിരിക്കും ഇതിനെ. അതിനൊച്ചു പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സീലിംഗ് ജിപ്സോ അത് കംപ്ലീറ്റ് ചെയ്യ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചക്ര പവർ അത് ഞാൻ തരാം. അപ്പൊ അത് കണ്ട വില്ലൻ അവൻ കിടന്ന് അലറാൻ തുടങ്ങും. അവരാ ഒച്ചിനെ വെച്ച് അതിനെ സീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇക്കിമാരു, വേഗം വേഗം നിന്റെ സർവ്വ പവറും എടുത്ത് അതിനെ കൺട്രോൾ ചെയ്യ്. അത് കേട്ട് അവളുടെ സർവ്വ പവറും എടുത്ത് ഇപ്പൊ അലറി കാറാൻ തുടങ്ങും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കുട്ടപ്പനും ആ ഒരു വില്ലത്തെയും അവര് രണ്ടുപേരും ഇപ്പൊ ചാടി ഓടി ഇക്കിമാരെ രക്ഷിക്കാനായിട്ട് പാഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് വില്ലത്തി അവൾ സഡൻ ബ്രേക്ക് ഇട്ട് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും. കുട്ടപ്പൻ കാര്യം എന്താ ചോദിക്കുമ്പോ അതിന് അവള് പറയും, ഒരുപക്ഷെ ഞാനാണ് ഇക്കിമാരുവിന്റെ അമ്മയെ കൊന്നതെന്ന് അവൾ അറിഞ്ഞ അവൾ എന്നോട് ദേഷ്യപ്പെടില്ലേ? പിന്നീട് പഴയതുപോലെ അവൾ എന്നോട് കൂട്ടുകൂടോ? അതിന് കുട്ടപ്പൻ, ഈ സമയത്താണോ നിന്റെ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങള്? ആദ്യം നമുക്ക് അവളുടെ ജീവൻ രക്ഷിക്കാം, ബാക്കിയൊക്കെ പിന്നീടെന്ന് പറയുമ്പോ അതിന് അവള് പറയും, എനിക്കറിയില്ല, ഒരുപക്ഷെ നിന്റെ കൂടെ കൂടിയിട്ടായിരിക്കും ഞാനും ഇതുപോലെ പൊട്ടത്തരങ്ങൾ പറയാൻ തുടങ്ങിയത്. ഇവിടെ നമ്മുടെ പെമ്പിള്ളേര് അവര് സീലിംഗ് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഒച്ച് അത് അതിന്റെ ഫുൾ പവറും ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേർക്ക് കൊടുക്കും. അവർ കൂടിക്കൂടി വരുന്തോറും അവർ ആ സീലിംഗ് ജിപ്സു അത് എൻഹാൻസ് ചെയ്തെടുത്തോണ്ടേയിരിക്കും. അപ്പൊ അതേസമയം ഇവിടെ റിഞ്ചി അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ഇക്കിമാരുവിനോട് പറയും, കമോൺ കമോൺ, അവരതിനെ സീൽ ചെയ്യും മുമ്പ് നിന്റെ ഫുൾ പവർ പുറത്തെടുത്ത് അതിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ അതേസമയം കാട്ടില് ഇപ്പൊ കിബയും ടീംസും ആവട്ടെ സായിക്ക് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് അവനെ ഓക്കെ ആക്കും. അപ്പൊ അവര് ചുറ്റും നോക്കുമ്പോ ഇപ്പോഴും അവിടെ മുഴുവൻ പുക പടർന്നിരിക്കുന്നതായിട്ട് അവര് കാണും. അതിന് ലീ പറയും, അതിനർത്ഥം അവരിവിടെ തന്നെ ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ റിവെഞ്ച് ചെയ്യണം. അതിന് ടെൻടൻ ദേഷ്യപ്പെട്ട് പറയും, ഇത്രയും കിട്ടിയത് പോരെ, ഇനിയും പുകയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവരുടെ കയ്യിലിരിക്കുന്നത് മേടിച്ചു കെട്ടണ്ട. അതിന് സായി പറയും, നമുക്ക് എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി, യാമുട്ടോ, ഷീനോ അവര് മൂന്ന് പേരും ചേർന്ന് ഇപ്പൊ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അതിന് കാക്കാഷി ടെൻഷനായിട്ട് ഓൾറെഡി ഒറോച്ചിമാറുവിന്റെ ആൾക്കാര് എക്കിമാരുവിനെ ഉപയോഗിച്ച് ആ 3 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന്റെ കൂടെ ഈ ഒരു 3 വില്ലന്മാരും നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ മൾട്ടി ലെവൽ ഫൈറ്റ് അതിന്റെ മുൻപില് ഒരുപാട് നേരം നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറയുമ്പോ ഇപ്പൊ വില്ലന്മാരുടെ തീ അത് കാക്കാഷിയുടെ നേർക്കും ആളി പടരും. അവര് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കാക്കാഷിയെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കും. നീ ചിത്തോരി കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കുവല്ലേ? ഇനി നീ ഞങ്ങളുടെ ലോക്കിൽ നിന്ന് പുറത്തു പോവില്ല എന്ന് പറയുമ്പോ നമ്മുടെ കാക്കാഷി ആള് കുട്ടപ്പന്റെ മാസ്റ്റർ ആണ്. കാക്കാഷി ആ ലോക്ക് അത് തല്ലി തകർത്ത് വീണ്ടും ചിത്തോരി പവർ കയ്യിലെടുത്ത് ആ വില്ലന്മാരെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അപ്പത്തേക്ക് മറ്റൊരു വില്ലൻ അവൻ സ്മോക്ക് ഡ്രാഗൺ ഉപയോഗിച്ച് ഇപ്പൊ യാമുട്ടോ സെൻസാർ അടുത്തേക്ക് ഓടി യാമുട്ടോ സെൻസാർ അടുത്തേക്ക് എത്താനാവുമ്പോ യാമുട്ടോ സെൻസായി ആവട്ടെ ആള് വാട്ടർ വുഡൻ ജിപ്സ് ഉപയോഗിച്ച് ആ ഡ്രാഗൺസിനെ എല്ലാം തന്നെ തല്ലി തകർത്ത് ദൂരെ എറിഞ്ഞ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിൽക്കും. നീ ഡ്രാഗണെ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്യുവല്ലേ, നിന്റെ കഥ അത് ഇവിടെ തീരാണെന്ന് പറഞ്ഞ് ഇപ്പൊ യാമുട്ടോ സെൻസായി ആളുടെ വുഡൻ ജിപ്സും എടുത്ത് വില്ലന്റെ തല തന്നെ ഇപ്പൊ തല്ലി തല്ലി തകർക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് വില്ലെത്തി അവൾ സൈഡി ശബ്ദം ഉണ്ടാക്കി ഷിനോയെ വെട്ടിത്തിരിപ്പിച്ച് അവളുടെ ജെല്ലികം അതുപയോഗിച്ച് ഇപ്പൊ ഷിനോയെ ലോക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ ഷിനോ അവൻ കറങ്ങി അടിച്ച് അവന്റെ ഡ്രസ്സ് തുറന്ന് അവന്റെ ഇൻസെക്റ്റുകളെ മുഴുവൻ ഇപ്പൊ അവൾക്ക് നേർക്കയക്കും. അതിന് വില്ലത്തി പറയും, നിന്റെ ഇൻസെക്റ്റിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഷിനോ പറയും, അതെനിക്ക് നേരത്തെ തന്നെ അറിയാം, കാരണം ഹിനട്ട അവൾ ഓൾറെഡി നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കില് ഹിനട്ട ആ വില്ലത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ ഷിനോ ആലോചിക്കും. അവളുടെ ബോഡിയില് ഒരു ജെല്ലി പവർ ഉണ്ട്. എന്റെ ജെന്റിൽ ഫീസ് ടെക്നിക്കിന് പോലും അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവളുടെ ബോഡിയിൽ ഒരു സബ്സ്റ്റൻസ് വെച്ച് അവൾ കവർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു സബ്സ്റ്റൻസ് അവൾക്ക് ജെല്ലി ആക്കാനും വെള്ളമാക്കി മാറ്റാനും നിമിഷ നേരം മതി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഷിനോ പറയും, ഇതുകൊണ്ടാണ് ഞാൻ ഫൈറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ചത്. അവരെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാൻ നീ നിന്റെ ഗ്ലൂ അത് റിലീസ് ചെയ്തു. ഇപ്പൊ നീയും ഒരു നോർമൽ പെൺകുട്ടിയാണ്. ഇനി എനിക്ക് വളരെ എളുപ്പത്തില് നിന്നെ തല്ലിക്കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞ് ഷിനോ ആവട്ടെ അവൻ സ്പിങ്കിൾ അറ്റാക്ക് ചെയ്ത് അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് അവളെ കാലേ വാരി ഇപ്പൊ നിലത്തട്ടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ എല്ലാവരും ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഒത്തുകൂടും. അവര് പരസ്പരം ചെക്ക് ചെയ്ത് ഇപ്പൊ ആർക്കും കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കാക്കാഷി മാസ്റ്റർ പറയും, ഇനി എത്രയും പെട്ടെന്ന് കുട്ടപ്പൻ അവനെ കണ്ടുപിടിക്കണം. കട്ട് ചെയ്ത ആ ഒരു വില്ലത്തി അവൾ തളർന്നു കിടക്കുകയാണെങ്കിലും അവളുടെ ജെല്ലി പവർ ഉപയോഗിച്ച് അവൾ ആ സ്മോക്ക് ഗായുമായിട്ട്
അവളെ കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേര് ആ ഒരു ഒച്ചിന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ഏകദേശം ആ ഒരു 3 ടൈലിനെ അതിനെ സീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അസിസ്റ്റന്റ് ചേച്ചി അവള് വിളിച്ചു പറയും, നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സീലിംഗ് അത് കംപ്ലീറ്റ് ആവൂ. അപ്പോഴാണെങ്കിൽ ഇക്കിമാര് ഭയങ്കര സൗണ്ടില് 3 ടൈലിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നോണ്ട് തന്നെ അത് കിടന്ന് പെടച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ പെമ്പിള്ളേര് പഠിച്ച പണി 18 നോക്കിയിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ റിഞ്ചി അവൻ ടെൻഷനായിട്ട്, നിർത്തിനടേ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നിനക്ക് ഇത്രയും പവറേ ഉള്ളോ, എങ്ങനെയെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യ്, വെറുതെ കിടന്ന് അലറല്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ് അവനൊരു ഡ്രഗ് പുറത്തെടുക്കും. നീ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറോച്ചിമാറുവിന് വേണ്ടി മരിക്കുന്നതാണ്. അവൻ ആ ഡ്രഗ് അത് അവളെ കുത്തിവെക്കാനായിട്ട് അവളുടെ തൊട്ടടുത്തേക്ക് വരും. അപ്പൊ ആ സമയത്ത് ഒരു ക്രിസ്റ്റല് അത് പറന്നു വന്ന് അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് ഇട്ട് അങ്ങനെ തെറിച്ചു പോവും. ചോര തുളുമ്പി അവൻ താഴെ വീഴും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടപ്പനും കൂറിനും അങ്ങോട്ടേക്ക് ചാടി വീഴും. ഗോറിന് ഇക്കിമാരുവെ അവളെ താങ്ങിയെടുക്കും. ഇവിടെ കുട്ടപ്പന് ഇപ്പൊ ഇക്കിമാരുടെ അവസ്ഥ കാണുമ്പോ കലി കയറും. എന്റെ പെങ്കൊച്ചിനെ നീ ഈ അവസ്ഥയിലാക്കിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ വില്ലന്റെ നേർക്ക് ചെല്ലുമ്പോ ഇവിടെ ഇക്കിമാരോ അവള് പതിയെ കണ്ണു തുറക്കും. അവളുടെ അടുത്ത് ഗോറിനെ കാണുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവും. അപ്പൊ ഇക്കിമാര് പറയും, നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന്റെ അവസാനം അവര് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് എത്തും, അല്ലേ ഗൂറൻ? അതിന് ഗൂറൻ അവള് ചിരിച്ചോണ്ട് പറയും, അതെ, നീ എന്നെ കുറിച്ച് ആഗ്രഹിച്ചതുകൊണ്ടാണ് മറ്റൊരു ഡയമെൻഷനിലുണ്ടായിരുന്ന ഞാൻ ഇപ്പൊ നിന്റെ അടുത്തേക്ക് വന്നത്. അത് കേട്ട് റിഞ്ചി അവനിപ്പോ ഇക്കിമാരുവിനോട് പറയും, നീ ഈ അവസ്ഥയിലാവാൻ കാരണം അത് ഇവളാണ്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നിന്നിൽ നിന്ന് അകറ്റിയത് അത് ഈ കൂറിനാണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ ചാടി വീണ് ഇപ്പൊ റിഞ്ചിയോട് പറയും, മിണ്ടിപ്പോവരുത്, അടിച്ച് നിന്റെ മൂക്കാമണ്ട ഞാൻ തകർക്കും. അതിന് റിഞ്ചി അവൻ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ വാ പൊത്തിപ്പിടിക്കും. അത് കണ്ട് ഗൂറൻ അവള് കുട്ടപ്പനോട് പറയും, അവന് വിട്, അവനത് പറഞ്ഞോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിക്കിമാരും അറിയേണ്ടതാണ്. അതിന് റിഞ്ചി, നിന്റെ വൈറ്റ് കമിലിയ പൂക്കള് അത് റെഡാക്കി മാറ്റിയത് ഇവളാണ്. ഇവളാ ഒറോച്ചിമാറുവിന്റെ വാക്ക് കേട്ടാണ് നിന്റെ അമ്മയെ കൊന്നുകളഞ്ഞത്. നിന്നെ അനാഥയാക്കി നിന്റെ വീട് തകർത്ത് കളഞ്ഞത് അത് മറ്റാരുമല്ല, നീ ഇപ്പൊ സ്നേഹിക്കുന്ന ഈ കൂറനാണ്. അതുകൊണ്ട് നിന്റെ ഒരു സ്നേഹത്തിന്റെ കണിക പോലും അവൾ അർഹിക്കുന്നില്ല. നിന്റെ ദേഷ്യം, കോപം, വാശി അതെല്ലാം ഇപ്പൊ നീ പുറത്തെടുക്ക്, ഇതാണ് അതിന് പറ്റിയ അവസരം. അത് കേട്ട് നമ്മുടെ ചെക്കന് അവന് കലിപ്പിളകി അവന്റെ കൈ ചുരുട്ടി റെഞ്ചിയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു ഇട്ടി കൊടുക്കും. ആ ഒരു ഇട്ടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. അപ്പൊ ഇക്കിമാരു അവള് പതിയെ ഇപ്പൊ ഗോറിനോട് ചോദിക്കും, അവൻ പറഞ്ഞത് അത് സത്യമാണോ? അതിന് ഗൂറൻ അവൾ അതേന്ന് പറഞ്ഞ് ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, അയ്യോ അല്ല, പണ്ടവള് ഒറോച്ചിമാറുവെ പേടിച്ചാണ് ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പോ അവള് പാവമാണ്. അവള് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അവൾക്ക് കുറ്റബോധമുണ്ട്. മാത്രമല്ല നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന് ഗൂറൻ അവളിപ്പോ ഇക്കിമാരുവിനോട് പറയും, നിനക്ക് വേണമെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഇപ്പൊ തന്നെ എന്നെ കൊന്നുകളയാം, പക്ഷെ ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോ അതിന് ഇക്കിമാരു അവൾ ആ ക്രിസ്റ്റൽ കയ്യിലെടുത്ത് ഇപ്പൊ ഗൂറിനെ നോക്കി പതിയെ ചിരിക്കും. ഗൂറൻ വണ്ടടിച്ച്, അപ്പൊ നിനക്കെന്നോട് ഇപ്പൊ ദേഷ്യമില്ലേ? അതിന് അവള് പറയും, ഇല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനാണ് ഏറെ ഇഷ്ടം. അവര് രണ്ടുപേരും ഇപ്പൊ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ പരസ്പരം കെട്ടിപ്പിടിക്കും. അത് കണ്ട് നമ്മുടെ കുട്ടപ്പനും ഒരു കാര്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റിഞ്ചി അവനത് തീരെ ഇഷ്ടപ്പെടില്ല. സ്വന്തം അമ്മയെ കൊന്നവളോട് തന്നെ നീ ഇത്രയും സ്നേഹം കാണിക്കുന്നു, നീ ഒരു പെണ്ണാണോ ചോദിക്കുമ്പോ അവരത് കേട്ട ഭാവം വെക്കില്ല. അവന് കലി കയറി ഇപ്പൊ ഒരുപാട് കത്തികള് അവർക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ കുട്ടപ്പൻ ചാടി വീണ് ആ കത്തികളെല്ലാം തന്നെ ഇപ്പൊ തട്ടിത്തെറിപ്പിക്കും. കുട്ടപ്പൻ ആ കത്തികളെല്ലാം പെറുക്കിക്കൂട്ടി അത് അവന്റെ നേർക്ക് തന്നെ ഇപ്പൊ വലിച്ചെറിയും. അപ്പൊ അതിലൊരു കത്തി അവന്റെ മുഖത്ത് കൊണ്ട് അവന്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് അത് കീറിപ്പോവും. നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട് ഇപ്പൊ അവനെ നോക്കുമ്പോഴായിരിക്കും അത് റിഞ്ചി അല്ല, സാക്ഷാൽ കബൂട്ടോയാണ്. കുട്ടപ്പന് കലി കയറി അവനെ ഇടിക്കാൻ ചാടി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.